വെൽക്കം ടു കെമിസ്ട്രി ടിപ്സ്. ഇന്ന് ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വരാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിന് ഫിസിക്സ് ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യനുമായി റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ പേര് അർജുൻ. എല്ലാവർക്കും കെമിസ്ട്രി ടിപ്സ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫോഴ്സ് needed to lift a car if a force of 50 Newton is applied to the smaller piston of radius 5 cm? The radius of the larger piston is 50 cm. അല്ലേ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു കാറിനെയൊക്കെ ലിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമുക്കറിയാം, ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് കാറിനെ ലിഫ്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏതാണ് നമ്മുടെ ഇത്. നേരെ ഒന്നും നോക്കാനില്ല, പാസ്കൽസ് ലോയാണ് അല്ലേ? അതായത് ഇവിടെ ഫോഴ്സ് നമ്മൾ ഒന്നാമത്തെ പിസ്റ്റണിൽ അതിൻ്റെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അതിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F1 ആണെന്ന് കരുതുക. ആ ഫോഴ്സ് എത്രയാണ്? 50 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു. ഇനി അടുത്ത പിസ്റ്റണിൽ അതിൻ്റെ റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആണ്. അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F2 ആണെങ്കിൽ ആ ഫോഴ്സ് നമ്മളിവിടെ കണ്ടുപിടിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പാസ്കൽസ് ലോയുടെ പ്രത്യേകത എന്താ? ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിൽ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്താൽ ആ പ്രഷർ തുല്യമായിട്ട് എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കും. അതായത് പ്രഷർ ട്രാൻസ്മിറ്റഡ് എന്താണ്? സെയിം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ എന്താ വരിക? F1 എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്മോളർ പിസ്റ്റൺ, അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡ് ബൈ ആ പിസ്റ്റൻ്റെ ഏരിയ എന്ന് പറയുന്നത് രണ്ടാമത്തെ പിസ്റ്റൻ്റെ അവിടെയുള്ള ഫോഴ്സ് ഡിവൈഡ് ബൈ അതിൻ്റെ ഏരിയനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ F1 ബൈ A1 ഈസിക്കൽ ടു F2 ബൈ A2 എന്ന് കൊടുക്കുക. F1 എന്ന് പറയുന്ന ഫോഴ്സ് എത്രയാണ്? 50 ന്യൂട്ടൺ ആണ് അല്ലേ? ഇനി ആ പിസ്റ്റൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? അത് ഏകദേശം സർക്കുലാർ ഷേപ്പാണ് പിസ്റ്റൻ്റെ മുകളിൽ വരിക. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ πr² ആണ്. അപ്പോൾ ഒന്നാമത്തേൻ്റെ വേണമെങ്കിൽ നമുക്ക് എന്താണ്, ഒന്നാമത്തെ പിസ്റ്റൺ വേണമെങ്കിൽ πr1² എന്ന് കൊടുക്കുക അതിൻ്റെ ഏരിയ. രണ്ടാമത്തേൻ്റെ അവിടുത്തെ ഫോഴ്സ് നമുക്കറിയില്ല, അത് F2 എന്ന് എടുത്തു. അതിൻ്റെ ഏരിയ A2 എന്നുള്ളത് πr2² നമ്മൾ എടുക്കുക എന്ന് കരുതുക. അപ്പോൾ അതിൽ നമുക്ക് F2 കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ F2 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താക്കിയാൽ മതി? F2 ഈസിക്കൽ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുന്ന ടൈം എന്താണ്? πr1² ആണ് ഡിവൈഡ് ചെയ്യുക അല്ലേ? ബാക്കിയുള്ളത് ഇൻറ്റു. അപ്പോൾ 50 ഇൻറ്റു πr2² ഡിവൈഡ് ബൈ πr1² എന്ന് വരും. പൈയും പൈയും എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. അപ്പോൾ 50 ഇൻറ്റു r2² ഡിവൈഡ് ബൈ r1² എന്ന് വരും അല്ലേ? അപ്പോൾ 50 ഇൻറ്റു R2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 15. R1 എന്ന് പറയുന്നത് എത്രയാണ്? 5. അപ്പം 50 ഇൻറ്റു 15² ഡിവൈഡ് ബൈ 5² എന്ന് കിട്ടി. അപ്പം 50 ഇൻറ്റു 225 ഡിവൈഡ് ബൈ 25 നമുക്ക് എത്ര കിട്ടി? 50 ഇൻറ്റു 9 എന്ന് കിട്ടി. 450 ന്യൂട്ടൺ ആണ് നമുക്ക് എന്താക്കുന്നത്? രണ്ടാമത്തെ പിസ്റ്റണിലുള്ള ഫോഴ്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്താണ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ പാസ്കൽസ് ലോ വെച്ച് നമ്മൾ എപ്പോഴും നോക്കണം. കാരണം വെച്ചാൽ ഈ ഫ്ലൂയിഡിൽ നമ്മൾ വരുന്ന ഈ ഇപ്പോൾ JCB, അതുപോലെ തന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഓക്കെ, ഹൈഡ്രോളിക് ജാക്കി, അതിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? പാസ്കൽസ് ലോ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് എ കാർ ഓഫ് മാസ് എത്രയാണ്? 2750 kg. ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പിസ്റ്റൺ ക്യാരിയിങ് 275 cm². വാട്ട് ഈസ് ദ മാക്സിമം പ്രഷർ ഓൺ ദ സ്മോളർ പിസ്റ്റൺ എന്നാണ് ചോദ്യം അല്ലേ? ഇവിടെ ഒരു ഓട്ടോമൊബൈൽ ലിഫ്റ്റ് ഉണ്ട്. അതൊരു കാറ് 2750 കിലോയുള്ള കാറ് ലിഫ്റ്റ് ചെയ്യുന്നു. അവിടുത്തെ പിസ്റ്റൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 275 cm² ആണ്. അങ്ങനെയാണെങ്കിൽ അത് ആ സ്മോളർ പിസ്റ്റണിലെ മാക്സിമം പ്രഷർ എത്രയാണെന്നാണ് ചോദ്യം. നമുക്കറിയാം എന്താണ് ഈ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻക്ലോസ്ഡ് ഫ്ലൂയിഡിൽ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്താൽ അത് എല്ലാ ഭാഗത്തും ഒരേപോലെ വ്യാപിക്കും എന്നുള്ളതാണ് പാസ്കൽസ് ലോ. അപ്പം രണ്ട് പിസ്റ്റണിലുള്ള പ്രഷർ എന്താണ്? സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് P = F1 ബൈ A1 = F2 ബൈ A2 എന്ന് നമുക്ക് എടുത്തുകൂടെ? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ആദ്യത്തെ ആ പിസ്റ്റൻ്റെ ഏരിയ 275 cm² ആണ്. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്താക്കി? 275 ഇൻറ്റു 10⁻² ആണെന്ത്? സെൻറ്റിമീറ്ററിന് മാറ്റാം. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താവും? 10⁻4 m² എന്ന് വരും അല്ലേ? സെൻറ്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10⁻², പക്ഷേ അതിൻ്റെ സ്ക്വയറും കൂടി ഉണ്ട്. അപ്പോൾ എന്ത് വരും? അതിന് 10⁻4 എന്നാവും അല്ലേ? ഓക്കെ, അത്രയും m² നമുക്കിവിടെ കിട്ടി. ഇനി പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസ് എത്രയാണ് കാറിൻ്റെ? 2750 ഇൻറ്റു ഗ്രാവിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ഡിവൈഡഡ് ബൈ ഏരിയ എത്രയാണ്? 275 × 10⁻4 അല്ലേ? അപ്പോൾ ഇവിടെ 275 ഉണ്ട്, ഇവിടെ 2750 ഉണ്ട്. ഇവിടെ കട്ട് ചെയ്തപ്പോൾ ഇവിടെ 10 കിട്ടി അല്ലേ? അപ്പോൾ എന്ത് വരും? ഇവിടെ 9.8 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 98 എന്ന് വരും. ഈ 10⁻4 മുകളിലേക്ക് പോകുമ്പോൾ എന്താ? അത് +4. അപ്പോൾ 4 0 കൂടെ വരും. അപ്പോൾ എത്ര വരും?
98 പിന്നെ 40 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് എന്താക്കും പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്കവിടെ കിട്ടി അല്ലെ. ഇക്വേഷൻ അല്ല, വാല്യൂ നമുക്കവിടെ കിട്ടി. ഓക്കെ, സിമ്പിൾ ആണ് അല്ലേ. ഓക്കെ, അതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാം. 9.8 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്താ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ നോക്കാം. സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ഡാഷ് ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ എന്ത് പറ്റും എന്നാണ് ചോദ്യം. കുറയുകയാണ് ചെയ്യുക. ഓക്കെ, എന്താണ് സർഫസ് ടെൻഷന്? എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പം സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ എന്താണ് ഡിക്രീസ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, വിസ്കോസിറ്റി ഓഫ് വാട്ടർ ഡാഷ് ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ അല്ലേ. വിസ്കോസിറ്റി എന്താണ് പറ്റുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി എന്താണ് ചെയ്യുക? കുറയുകയാണ് ചെയ്യുക അല്ലേ. വിസ്കോസിറ്റി എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. അപ്പോൾ നമ്മൾ ചൂടാക്കുമ്പോൾ എന്താക്കും? വളരെ കട്ടിയുള്ള ദ്രാവങ്ങളൊക്കെ ലൂസായിട്ട് പെട്ടെന്ന് തന്നെ ഒഴുകിപ്പോവും അല്ലേ. ഓക്കെ, ദ ഡൈനാമിക് ലിഫ്റ്റ് ഓഫ് ദ ബോൾ ഡ്യൂ ടു ദ സ്പിന്നിങ് ഇസ് കോൾഡ്. ഇപ്പം നമ്മൾ ബോൾ ഇങ്ങനെ സ്പിൻ ചെയ്ത് എറിയുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ഫിനോമിനനാണ്. അതിന് പറയുന്ന പേരാണ് മാഗ്നസ് എഫക്റ്റ്. എന്താണ് മാഗ്നസ് എഫക്റ്റ്? ഇപ്പോൾ നമ്മുടെ വെടിയുണ്ടയുടെയൊക്കെ അഗ്രം എന്താണ് ഇങ്ങനെ കൂർത്ത് ആക്കി വെക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ ദൂരത്തേക്ക് വെടിവെക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വെടിയുണ്ട് എന്താക്കും ഇങ്ങനെ ബോൾ സ്പിൻ ചെയ്ത് ഇങ്ങനെ കുത്തി തിരിയുന്നവരെന്താക്കുക എയറിലൂടെ ഇങ്ങനെ സ്പിൻ ചെയ്ത് ലക്ഷ്യം മാറി ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ വെടിയുണ്ടയുടെ ഒക്കെ അഗ്രം എന്താക്കുന്നത് ഇങ്ങനെ കൂർത്തതായിട്ട് വെക്കുന്നത്. അത് എന്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്? മാഗ്നസ് എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം എന്താക്കുക ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഡൈനാമിക് ലിഫ്റ്റ് ഓഫ് ദ ബോൾ ഡ്യൂ ടു ദ സ്പിന്നിങ് ഇസ് കോൾഡ് എന്താണ്? മാഗ്നസ് എഫക്റ്റ് ആണ്. ഇങ്ങനെ ബോളൊക്കെ ഇങ്ങനെ നമ്മൾ കറക്കി എഴുതുമ്പോൾ എന്താണ് അത് എയറിലുള്ള സ്പീഡ് വ്യത്യാസം വന്നിട്ട് എന്താക്കുക അതിനെ കുത്തി തിരിഞ്ഞിട്ട് സ്പിൻ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അത് മാഗ്നസ് എഫക്റ്റ് ആണ്. ഈ വെടിയുണ്ടയുടെയൊക്കെ എന്താണ് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ നമ്മളിങ്ങനെ കൂർത്തതായിട്ട് വെക്കുന്നതിൻ്റെ കാരണം എന്താണ്? മാഗ്നസ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാനാണെന്നുള്ളതൊക്കെ എന്താക്കുക ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂക്സ് ലോ ഡിഫൈൻസ്. എന്താണ് ഹൂക്സ് ലോ പറയുന്നത്? ഹൂക്സ് ലോ പറയുന്നത് എന്താണ്? സ്ട്രെസ്, സ്ട്രെയിൻ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് ലിമിറ്റ്. എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ കുറിച്ചാണ് ഹൂക്സ് ലോ പറയുന്നത് അല്ലേ. ഹൂക്സ് ലോ പറയുന്നത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണ്? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നുള്ളതാണ്. അതായത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇലാസ്റ്റിക് ലിമിറ്റ് വരെ സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഹൂക്സ് ലോയുടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്ന എവിടെയാണ്? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് വരെയാണ് നമുക്ക് എന്താക്കുന്നത് ഗ്രാഫ് സ്ട്രെയിറ്റ് ആയിട്ട് പോവുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പോയിന്റാണ് ഈൽഡ് പോയിന്റ്. എന്താണ് ഈൽഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വീണ്ടും നമ്മൾ ആ വസ്തുവിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രഷർ കൊടുത്ത് എന്താക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ഇങ്ങനെ കുറച്ചിങ്ങനെ വലിച്ചു വിട്ട് കഴിയുമ്പോൾ എന്താക്കും അത് വീണ്ടും പഴയ രൂപത്തിലെത്തും. വളരെയധികം വലിച്ചു വിട്ടാൽ എന്താക്കും അത് കുറച്ച് പെർമനൻ്റ് ആയിട്ട് എന്താക്കും അതിൻ്റെ നീളം കുറച്ച് കൂടിപ്പോകും. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അവിടെ ഒരു ഈൽഡ് പോയിന്റ് എന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് എപ്പോഴാണോ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇലാസ്റ്റിക് ആയിട്ടുള്ള വസ്തു പ്ലാസ്റ്റിക് ആയിട്ട് മാറുന്നത് ആ പോയിന്റിനാണ് നമ്മൾ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താ പറയുക? ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വസ്തു എന്താക്കുന്നു അതിൻ്റെ ഈ ഇലാസ്റ്റിക് ക്യാരക്ടറിൽ നിന്ന് പ്ലാസ്റ്റിക് ക്യാരക്ടറിലേക്ക് എന്താക്കുകയാണ് ഫിസിക്കലി ഡീഫോം ചെയ്തു പോകുന്നതിനെയാണ് നമ്മൾ എന്താക്കുന്നത് ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വെച്ചാൽ ഹൂക്സ് ലോ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ എന്താണ് സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആവുന്ന ലിമിറ്റ് ആണെന്ത് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഈൽഡ് പോയിന്റ് എന്ന് വെച്ചാൽ ആ മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആയിട്ട് ഡീഫോം ചെയ്യുന്ന പോയിന്റ് ആണ് ഈൽഡ് പോയിന്റ് എന്നുള്ള കാര്യം എന്താക്കുക ഓർത്ത് വെക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The terminal velocity of a metal ball of radius 2.0 mm falling through a tank of oil at 20 degrees Celsius is 7.4 centimeter per second. Compute the viscosity of the oil at 20 degrees Celsius. Density of oil is 1.5 into 10⁻³ kilogram per meter cube. Density of copper is 8.9 into 10⁻³ kilogram per meter cube എന്ന് തന്നിട്ടുണ്ട്. ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദ്യം അല്ലേ. ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ വരിക? നമുക്കറിയാം എന്താണ് ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2a² into ρ - σg ഡിവൈഡഡ് ബൈ 9η എന്നുള്ളതാണ് അല്ലേ. ഇവിടെ നമുക്കറിയാം എന്താണ് ടെർമിനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. നമുക്കിവിടെ എത്രയാണ് 7.4 സെൻറ്റിമീറ്റർ പെർ ആണ്. അപ്പോൾ അതിന് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്താക്കണം 10⁻² നമ്മൾ എന്താക്കണം കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ
ഡെൻസിറ്റി ഓഫ് കോപ്പർ എന്ന് പറയുന്ന മെറ്റലിൻ്റെ ഇതാണെന്ത് ഇവിടെ നമുക്കിവിടെ റോ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് 8.9 × 10³ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആ ബോളിൻ്റെ റേഡിയസ് ആണ് ഇവിടെ എ എന്നുള്ളത്, അതെന്താണ് 2 × 10⁻³ മീറ്റർ ആണ് അല്ലേ, 2 millimeter എന്നുള്ളത്. ഇനി ജി എന്നുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമുക്കറിയാം. ഇവിടെ സിഗ്മ എന്നുള്ളത് എന്താണ്, ആ ഓയിലിൻ്റെ ഡെൻസിറ്റിയാണ് 1.5 × 10³ ആണ് അല്ലേ. ഈറ്റ എന്ന് പറയുന്നത് എന്താണ് നമുക്കിവിടെ കണ്ടുപിടിക്കണം, അതാണ് വിസ്കോസിറ്റി ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പം അവിടെ നമുക്ക് ഈ ഇക്വേഷനിൽ ഈറ്റ പഠിക്കാൻ വേണ്ടി എന്താക്കിയാൽ മതി, ഈറ്റനെ നേരെ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ VT നേരെ അടിയിലേക്ക് പോകും. അപ്പോൾ എന്ത് വരും, 2a² ρ - σg / 9VT എന്ന് എന്താക്കും ഇക്വേഷൻ വരും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്ത് വരും, ഇവിടെ 2ന് കൊടുക്കുക, എക്ക് പകരം നമ്മൾ കൊടുക്കുക. എ എന്ന് പറയുന്നത് എന്താണ്, നേരെ ഇവിടെ കൊടുത്തു, റേഡിയസിൻ്റെ സ്ക്വയർ എടുത്തു. ബാക്കിയുള്ളത് എന്താണ് വരിക, റോ എന്നുള്ളത് മെറ്റലിൻ്റെ, അപ്പോൾ 8.9 × 10³ ആണ് വരിക. ബാക്കി ഇത് എന്താണ് വരുന്നത്, റോ എന്നുള്ളത് 1.5 × 10³ അപ്പോൾ അത് രണ്ട് മൈനസ് ചെയ്തിട്ട് കോമൺ ആയിട്ട് എന്താക്കുക 10³ കൊടുത്തു. ഇൻറ്റു 9.8 / 9 × 7.4 × 10⁻² എന്ന് കൊടുത്തു അല്ലേ. ഇത് നമ്മളിവിടെ മൈനസ് ചെയ്യുമ്പോൾ 8.9 - 1.5 എന്ന് പറയുമ്പോൾ 7.4 വരും, അത് ഇതും ക്യാൻസലായി പോവും. പിന്നെ നമുക്കിവിടെ കിട്ടുന്ന എന്താണ് 9.8 ഉണ്ട്. അപ്പോൾ ഇവിടെ 4 ഇത് നമ്മൾ 2 × 10⁻6 അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 × 10⁻6 എന്നായിട്ട് മാറും. അപ്പോൾ നമുക്കിങ്ങനെ സിംപ്ലിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 × 2 എന്ന് പറയുമ്പോൾ 8 ആവും. 8 × 9.8 എന്ത് വരും, 9 എന്ന് വരും. ബാക്കി നമ്മളതിൻ്റെ പവറൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ -6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുമ്പോൾ -3 വരും. ഈ -2 മുകളിലേക്ക് പോകുമ്പോൾ എന്താവും, +2. അപ്പോൾ -3 + 2 എന്ന് പറയുമ്പോൾ -1 ആവും. അപ്പോൾ നമ്മുടെ വാല്യൂ കിട്ടുക സോൾവ് ചെയ്യുമ്പോൾ 8.711 × 10⁻1 kg/m² എന്നാണ് നമുക്ക് എന്താക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വിസ്കോസിറ്റിയുടെ യൂണിറ്റ് നമുക്ക് എന്താക്കുന്നത്, യൂണിറ്റും വാല്യൂ നമുക്ക് എന്താക്കുന്നത് കിട്ടുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ഈസ് 100° ഫാരൻ. ഓക്കെ, എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്, നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഫാരൻഹീറ്റിലാണ് തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സ്കെയിൽ എന്നാണ് ചോദ്യം. ഈ പറഞ്ഞിരിക്കുന്ന ഫാരൻഹീറ്റും അതുപോലെ തന്നെ സെൽഷ്യസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ സെൽഷ്യസ് C = എന്താണ് F - 32 × 5/9 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ എന്താണ് C = 100 - 32 × 5/9 എന്നാണ് നമുക്കിവിടെ കിട്ടുക അല്ലേ. F എന്നുള്ളത് ഇവിടെ നമുക്ക് 100 ആണ് തന്നിട്ടുള്ളത്. അത് ചെയ്യുമ്പോൾ നമ്മുടെ കിട്ടുക 37.78° എന്നാണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ കിട്ടുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്താക്കുക ഓർത്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പം സെൽഷ്യസ് ടു കെൽവിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താക്കിയാൽ മതി, സെൽഷ്യസിലുള്ള വാല്യൂടെ 273.15 നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കെൽവിനിലുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്നുള്ളത് 4186 J/kg Kelvin ആണെന്നുള്ള കാര്യം എന്താക്കുക ഓർത്ത് വെക്കുക. അത് ഗ്രാമിലേക്ക് വരുമ്പോൾ എന്താക്കുക 4.1 എന്നുള്ളതായിട്ട് വരും. ഇനി മെഷർമെന്റ് ഓഫ് ഹീറ്റ് ഈസ് കോൾഡ് എന്താണ്, ഹീറ്റിന്റെ മെഷർമെന്റ് നമ്മൾ പറയുന്ന പേരെന്താണ്, ഹീറ്റിന്റെ മെഷർമെന്റ് നമ്മൾ എന്താണ് പറയുന്നത്, കലോറിമെട്രി എന്നാണ് പറയുന്നത്. അറിയാം, കലോറിമെട്രി എന്നാണ് പറയുക. ഹീറ്റും ടെമ്പറേച്ചറും വ്യത്യാസമുണ്ട്. ഹീറ്റ് എനർജിയാണ്, ടെമ്പറേച്ചർ മെഷർമെന്റ് ഓഫ് ഹോട്ട്നെസ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. അപ്പം മെഷർമെന്റ് ഓഫ് ഹീറ്റ് എന്താണ്, കലോറിമെട്രി ആണ്. അതുപോലെ തന്നെ ഈ ഹീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിന് പറയുന്ന പേരാണെന്ത്, കലോറിമീറ്റർ. എന്താണ് കലോറിമീറ്റർ എന്നാണ്, ഹീറ്റ് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീറ്ററാണെന്ത്, കലോറിമീറ്റർ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ സ്റ്റീം പോയിന്റ് ആൻഡ് ഐസ് പോയിന്റ് അല്ലേ. കാർനോട്ട് എഞ്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എഫിഷ്യൻസി എന്താണ്, Eta = T1 - T2 / T1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ സ്റ്റീം പോയിന്റ് എന്നുള്ളത് എന്താണ്, T1 ആണ് അല്ലേ. സ്റ്റീം പോയിന്റ് വളരെ ടെമ്പറേച്ചർ കൂടിയ പോയിന്റ് എത്രയാണ്, അതാണ് നമ്മുടെ സോഴ്സിന്റെ ടെമ്പറേച്ചർ. സോഴ്സിന്റെ ടെമ്പറേച്ചറാണ് സ്റ്റീം പോയിന്റ്, ടെമ്പറേച്ചർ കൂടിയത്. T1 എത്രയാണ് നമുക്കറിയാം, സ്റ്റീം പോയിന്റ് 100°C ആണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്താക്കണം, കെൽവിനിലേക്ക് മാറ്റുവാണെങ്കിൽ എന്താക്കണം, അതിൻ്റെ കൂടെ 273 നമ്മൾ കൂട്ടുക. അപ്പോൾ എത്ര വരും, 273 + 100 എന്ന് പറയുമ്പോൾ 373. ഐസ് പോയിന്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 0°C ആണ്. അതിലൂടെ നമ്മൾ 273 കൂട്ടിയാൽ 273 തന്നെ. അത് നമുക്ക് T2 എന്നാണ് എടുക്കുക, ലോവർ ടെമ്പറേച്ചർ അല്ലേ. അതാണ് T2, ടെമ്പറേച്ചർ ഓഫ് ദ സിങ്ക് എന്നുള്ളത്. നേരെ നമുക്ക് ഇനി ഇക്വേഷൻ കൊടുത്താൽ പോരെ, T1 - T2 എന്ന് പറയുമ്പോൾ 373 - 273 T1 എത്രയാണ് 373. നമുക്കിവിടെ കിട്ടും എത്രയാണ് 100 / 373, 0.268 അല്ലെങ്കിൽ 26.8% നമുക്കിവിടെ എന്ത് കിട്ടി, എഫിഷ്യൻസി നമുക്കിവിടെ കിട്ടി. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്, T2 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദ
സിങ്ക് ആണ് എന്ത് T2 എന്ന് പറയുന്നത് അല്ലേ. അതായത് സിങ്കിൻ്റെ ടെമ്പറേച്ചർ T2 കൂടിക്കഴിഞ്ഞാൽ എന്താ പറ്റുക, കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്താക്കും, കുറയും എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, സിങ്കിൻ്റെ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചറുള്ള എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സിങ്കിന് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്താ പറ്റുക, കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കുറയും. അതുപോലെ തന്നെ കാർനോട്ട് എഞ്ചിൻ നമ്മളവിടെ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഏതാണോ, ഇപ്പം നമ്മൾ വേണമെങ്കിൽ വെള്ളമാണോ ഗ്യാസ് ആണോ അതിൽ ഉപയോഗിക്കുന്ന മീഡിയം എന്നുള്ളത് നമ്മൾ നോക്കുക. അതൊന്നും എന്താക്കില്ല, ഇതിൻ്റെ എഫിഷ്യൻസിനെ ബാധിക്കുകയില്ല എന്നുള്ള കാര്യം കൂടെ എന്താക്കുക, ഓർത്ത് വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ടിക്കിൾ മേക്സ് 100 revolution in 2 minutes. കാൽക്കുലേറ്റ് ഇറ്റ്സ് ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. ഓക്കെ, ഇവിടെ ഒരു പാർട്ടിക്കിൾ എന്താക്കുന്നുണ്ട് 500 revolutions in 2 minutes ആണ് എന്താക്കുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ടൈം പീരീഡും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാനാണ് പറ്റുള്ളൂ. എന്നാൽ ടൈം പീരീഡ് എന്ന് വെച്ചാൽ ഒരു ഓസിലേഷനിലുള്ള അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. അപ്പോൾ ഇവിടെ എത്രയുള്ളത്, 500 revolution ഉള്ളത്. അപ്പോൾ 2 മിനിറ്റ്, അപ്പോൾ എന്താ 2 മിനിറ്റ് നമ്മുടെ സെക്കൻഡിലേക്ക് മാറണം. അപ്പോൾ 2 × 60 അത്രയും സെക്കൻഡ് നമുക്കവിടെ കിട്ടി. അത്രയും സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ ഉണ്ട്, 500 എണ്ണം. അപ്പോൾ ഒരു റെവല്യൂഷൻ എത്ര വേണം, അത്ര സെക്കൻഡാണ്, എത്ര സമയം എടുത്തു അതിനെ ആ ടോട്ടൽ റെവല്യൂഷൻ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ടൈം പീരീഡ് എത്ര നമ്മുടെ കിട്ടിയില്ല. അപ്പം 120 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 500 എന്ന് കിട്ടി. അപ്പോൾ എത്ര കിട്ടും, 12 ഡിവൈഡഡ് ബൈ 50, നമുക്ക് 0.24 സെക്കൻഡ് എന്നാണ് നമുക്ക് ടൈം പീരീഡ് കിട്ടുക. ഇനി ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്, 1/, ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി. അപ്പോൾ 1/0.24 എന്ന് പറയുമ്പോൾ 4.167 ഹെഡ്സ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫ്രീക്വൻസി കിട്ടുന്നത് എന്നുള്ള കാര്യം കൂടെ എന്താക്കുക, ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് 4 seconds. ഇറ്റ്സ് ടൈം പീരീഡ് ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ ഈസ്. ഇവിടെ ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട്, അതിൻ്റെ ടൈം പീരീഡ് എർത്തിൽ 4 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മൂണിൽ ഇതിൻ്റെ ടൈം പീരീഡ് എന്താണെന്നാണ് ചോദ്യം. ഇപ്പോൾ നമുക്കറിയാം എന്താണ്, മൂണിലെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിൻ്റെ ഗ്രാവിറ്റീൻ്റെ 1/6 ആണെന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അത് നമുക്ക് എന്താക്കണം, ആ ഐഡിയ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മൂണിലെ ഗ്രാവിറ്റി ഇവിടുത്തെ ഗ്രാവിറ്റിയുടെ 1/6 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താണ്, T = 2π × L/g ആണ് അല്ലേ, എന്താണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്, 2π × L/g. അപ്പോൾ നമ്മൾ എന്താക്കുകയാണ്, മൂണിലാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ഇവിടുത്തെ ഗ്രാവിറ്റിയുടെ 1/6 ആണ് ഉണ്ടാവും. അപ്പം 2π × L/g എന്ന് പറയുമ്പോൾ L/gക്ക് പകരം എന്താണ്, g/6 എന്നാക്കുക. മൂണിലാകുമ്പോൾ എന്താണ്, ഇവിടുത്തെ ഗ്രാവിറ്റിയുടെ 6/1 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇക്വേഷൻ എന്താവും, 2π × ഇവിടെ g/6 എന്ന് പറയുമ്പോൾ നേരെ തലതിരിച്ചിരുമ്പോൾ എന്ത് വരും, 6 മുകളിലേക്ക് നേരെ പോകും. അപ്പോൾ എന്ത് വരും, 6 × L/g എന്ന് കിട്ടി. അത് നേരെ പുറത്ത് എഴുതി എന്താക്കും, ഇവിടെ √6 എന്നാണ് പുറത്ത് എഴുതുക. അപ്പം √6 ബാക്കി എന്താ ഉള്ളത്, 2π × L/g. അപ്പോൾ ഇവിടെയുള്ളത് എത്രയാണ്, എർത്തിലുള്ളതാണെന്ത് 2π × L/g എന്നുള്ളത്. ബാക്കി √6 കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് വരും, √6 ഇവിടെയുള്ളത് എത്രയാണ്, 4 സെക്കൻഡ്. അപ്പോൾ എത്ര വരും, 9.79 സെക്കൻഡ് നമുക്ക് കിട്ടും. എന്താണ് 9.79 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, ഇങ്ങനെയുള്ള ഫാക്റ്റുകൾ വെച്ച് ഇപ്പോൾ ലെങ്ത് മാറുന്നതനുസരിച്ച് ഗ്രാവിറ്റി മാറുന്നതനുസരിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ ഗ്രാവിറ്റി ഇരട്ടിയാവാന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ അങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഗ്രാവിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എർത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഭൂമധ്യരേഖ ഇക്വേറ്ററിൽ എന്താണ്, ഗ്രാവിറ്റിയുടെ വാല്യൂ കുറവാണ്. പോളുകളിൽ ഗ്രാവിറ്റി വളരെ കൂടുതലാണ്. ഭൂമിയുടെ സെൻറ്ററിൽ ഗ്രാവിറ്റി എന്താണ്, 0 ആണെന്നുള്ള കാര്യം കൂടെ എന്താക്കുക, ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ പൊസിഷൻ ഈസ് ദ കൈനറ്റിക് എനർജി ഇൻ എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. ഏത് ഡിസ്റ്റൻസിലാണ് എന്താക്കുന്നത്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എന്താക്കുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ ഈക്വൽ ആവാന്നുള്ളത്. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എന്താണ്, നമുക്കറിയാം, ½ m² a² - x² അല്ലേ. എം എന്നുള്ളത് അതിൻ്റെ മാസാണ്, ഒമേഗ എന്നുള്ളത് എന്താണ്, അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ആണ് അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന എ എന്നുള്ളത് എന്താണ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. എക്സ് എന്നുള്ളത് അതിൻ്റെ മെയിൻ പൊസിഷൻ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. പൊട്ടൻഷ്യൽ എന്താണ്, ½ m² x² ആണ്. ഇവ രണ്ടും ഈക്വൽ ആവുന്ന സ്ഥലത്ത് ഏത് ഡിസ്റ്റൻസ് ആണെന്നല്ലേ ചോദിച്ചത്. ഏതാണത് ഈക്വൽ ആവുന്ന പോയിന്റ് വെച്ച് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ എനർജി അപ്പോൾ ½ m² a² - x² = ½ m² x² അല്ലേ. നേരെ സിംപ്ലിഫൈ ചെയ്യുമ്പം ഈ ½ m² രണ്ട് സ്ഥലത്ത് നിന്ന് ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് എന്താണ്, a² - x² ഉണ്ട്, ഇവിടെ x² ഉണ്ട്. രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഈ x² ഇവിടേക്ക് പോകുമ്പോൾ അത് മൈനസ് ആണ്, ഇവിടേക്ക് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ എന്ത് വരും, a² = 2x² എന്ന് വരും. അല്ലെങ്കിൽ x² = എന്ത് വരും,
എ സ്ക്വയർ ബൈ 2 എന്ന് വരും. അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അതിൻ്റെ റൂട്ട് എടുക്കുക, അല്ലെങ്കിൽ എ ബൈ റൂട്ട് 2 എന്ന് കിട്ടും. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ റൂട്ട് 2 പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി എന്താവുക, ഈക്വൽ ആവുക എന്ന് നമുക്ക് എന്താക്കും ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ എന്താക്കണം, ഓർത്ത് വെക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം പോയിന്റിൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കും അല്ലേ. സെൻറ്ററിൽ എന്തായിരിക്കും, മെയിൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും അല്ലേ. എന്നാൽ എക്സ്ട്രീം പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. സെൻറ്ററിൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും എന്നുള്ള കാര്യം എന്താക്കുക, ഓർത്ത് വെക്കുക. രണ്ടും ഓപ്പോസിറ്റ് ആണ് അല്ലേ, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ഈ ഓസിലേഷൻ തന്നെ പഠിക്കാനുള്ളതാണ്. ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, അതിൻ്റെ റേഷ്യോ ഫ്രീക്വൻസി, എത്ര നോഡുകളുണ്ട്, ആൻറ്റി നോഡുകളുണ്ട്, അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്താണെന്നൊക്കെ ഉള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളൊരു സ്ട്രിങ് 2 എൻഡിൽ നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു ഓപ്പൺ പൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ സാധാരണ 2 വശവും ഓട്ടയായിട്ടുള്ള പൈപ്പിനാണ് നമ്മൾ ഓപ്പൺ പൈപ്പ് എന്ന് പറയുക. ക്ലോസ്ഡ് പൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ക്ലോസ്ഡ് പൈപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എൻഡ് ഓപ്പൺ ആയിരിക്കും, അടുത്ത എൻഡ് എന്താണ്, ക്ലോസ്ഡ് ആയിരിക്കും. അതാണ് ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ റേഷ്യോ ഓഫ് ഫ്രീക്വൻസി, ഇപ്പോൾ നമ്മൾ ആ സ്ട്രിങ് ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തെ ഫ്രീക്വൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്രീക്വൻസി, സെക്കൻഡ് ഫ്രീക്വൻസി, തേർഡ് ഫ്രീക്വൻസി, അതിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും, 1:2:3 ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഓപ്പൺ പൈപ്പിലും 1:2:3 ആണെന്നുള്ള കാര്യം ഓർക്കുക. പക്ഷേ ക്ലോസ്ഡ് പൈപ്പിൽ എന്താണ്, തിരിച്ചാണ്, 1:3:5 ആണ്. ഓഡ് നമ്പേഴ്സ് എന്താക്കുന്നുണ്ട്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ റേഷ്യോ ഓഫ് ഫ്രീക്വൻസി സ്ട്രിങ്ങിൻ്റെയും ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ എന്താണ്, സെയിം ആണ് എന്നുള്ള കാര്യം എന്താക്കുക, ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ എത്ര നോഡുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. സ്ട്രിങ്ങിലാണെങ്കിൽ n+1 നോഡുകളും ഓപ്പൺ പൈപ്പിലും ക്ലോസ്ഡ് പൈപ്പിലും എന്താണ്, n നോഡുകളുമാണ് എന്താക്കുക ഉണ്ടാവുക. ഇനി എത്ര ആൻറ്റി നോഡുകൾ ഉണ്ടെന്ന് വെച്ചാൽ സ്ട്രിങ്ങിൽ n ആൻറ്റി നോഡ് ഉണ്ടാവും, ഓപ്പൺ പൈപ്പിൽ n+1 ആൻറ്റി നോഡുകൾ ഉണ്ടാവും, ക്ലോസ്ഡ് പൈപ്പിൽ n ആൻറ്റി നോഡ്സ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ എന്താണ്, നോഡുകളുടെയും ആൻറ്റി നോഡുകളുടെയും എണ്ണം എന്താണ്, ഈക്വൽ ആണ്. ഈ മറ്റേ സ്ട്രിങ്ങിൻ്റെയും ഓപ്പൺ പൈപ്പിൻ്റെ നേരെ 2 ഓപ്പോസിറ്റ് ആയിട്ട് വരും എന്നുള്ള കാര്യം എന്താക്കുക, ഓർക്കുക. ഇനി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്ര വരുമെന്ന് വെച്ചാൽ ഈ സ്ട്രിങ്ങിലും ഓപ്പൺ പൈപ്പിലും നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി എന്താണ്, 1:2:3 ആണ്, 1:2:3 ആണ് അല്ലേ. അപ്പോൾ അത് രണ്ടും സെയിം ആയിരിക്കും. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് V = V ഡിവൈഡഡ് ബൈ എന്നാണ് 2/L ആണ് വരിക. ഓപ്പൺ പൈപ്പിലും പിന്നെ സ്ട്രിങ്ങിൻ്റെ കേസിലും. ക്ലോസ്ഡ് പൈപ്പിൽ V ഡിവൈഡഡ് ബൈ 4L ആണെന്നുള്ള കാര്യം എന്താക്കുക, ഓർത്ത് വെക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റേഷ്യോ ഓഫ് ഫ്രീക്വൻസി ആണ്, ഓർത്ത് വെക്കുക. സ്ട്രിങ്ങിൻ്റെയും ഓപ്പൺ പൈപ്പിലും 1:2:3 ക്ലോസ്ഡ് പൈപ്പിൽ എന്താണ് 1:3:5 ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 സ്മോൾ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ചാർജസ് ഓഫ് -4 × 10⁻⁷ കൂളം ആൻഡ് 4 × 10⁻⁷ കൂളം പ്ലേസ്ഡ് 40 സെൻറ്റിമീറ്റർ അപ്പാർട്ട് ഇൻ എയർ അല്ലേ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലേ. അപ്പോൾ നമുക്കൊരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.4 മീറ്റർ ആണ്. നമുക്കറിയാം എന്താണ് ഫോഴ്സ്, കൂളംസ് ലോ ആണ്. 1/4π എന്താ വരിക, 1/4πε Q1 Q2/r². 1/4πε വാല്യൂ എത്രയാണ്, 9 × 10⁹ ആണ്. അപ്പോൾ എന്ത് വരും, 9 × 10⁹ ആദ്യത്തെ എത്രയാണ് ഇവിടെ വരുന്നത്, ചാർജ് Q1 എന്നുള്ളത് മൈനസ് ആണ് അല്ലേ, -4 × 10⁻⁴ ആണ്. അപ്പോൾ ഇവിടെ മൈനസ് നമ്മളോട് എഴുതി. 4 × 10⁻⁴ അടുത്തത് എന്താണ്, 4 × 10⁻⁷ ആണ് വരിക. 4 × 10⁻⁷ 4 × 10⁻⁷ ഡിവൈഡ് ബൈ r² പകരം ഇവിടെ എന്താണ് വരിക, r² എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്, 0.4ന്റെ സ്ക്വയർ. അപ്പോൾ എന്ത് വരും, 0.4ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുക -9 ഇവിടെ 4 ഉണ്ട്, ആ 4ഉം ഇവിടെയുള്ള ഈ 4ഒക്കെ എന്താക്കും, നമ്മളിങ്ങനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കി വരുന്നത് -9 × 10⁻³ ന്യൂട്ടൺ എന്നാണ്. ഇവിടെ മൈനസ് എന്ന് വെച്ചാൽ ആ ഫോഴ്സ് എന്താണ്, അട്രാക്റ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൾസീവ് ആണെന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ഇക്വേഷൻ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് 10 μF. What happens to the capacitance if the distance between the plate is reduced by half and the medium between the plates filled with the medium of dielectric constant 6? അതായത് ഇവിടെ ഒരു കപ്പാസിറ്റർ തന്നിട്ടുണ്ട്. അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം തന്നെ അറിയാവുന്നതാണ്. A∈0/d. A എന്ന് വെച്ചാൽ പ്ലേറ്റിൻ്റെ ഏരിയ ആണ്, D എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും, അതിൻ്റെ കപ്പാസിറ്റൻസ് എന്താക്കും, അവിടെ ഡിസ്റ്റൻസ് കൂട്ടിയ കപ്പാസിറ്റൻസ് കുറയും.
അല്ലേ? ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടും. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 6 എന്നല്ലേ. അതായത് ഒരു കപ്പാസിറ്ററിലേക്ക് നമ്മൾ ഏത് ഡൈഇലക്ട്രിക് ആണോ ആഡ് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ എത്രയാണോ, ഇപ്പോൾ 6 ആണെങ്കിൽ ആദ്യമുള്ള കപ്പാസിറ്റൻസിനേക്കാൾ 6 ടൈംസ് ആയിരിക്കും എന്താവുക, ആ ഡൈഇലക്ട്രിക് പുതിയ ഡൈഇലക്ട്രിക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ആയിട്ട് ഇരട്ടിച്ച് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം A∈0/d ആണ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ആ കപ്പാസിറ്റൻസ് 10 μF ആണെന്ന് നമുക്കവിടെ തന്നു അല്ലെ. എത്രയാണുള്ളത് 10 μF ആണ് അല്ലേ. അവിടേക്ക് നമ്മൾ എന്താക്കുകയാണ്, അതിൻ്റെ ആ പ്ലേറ്റുകൾ നമ്മൾ ഡിസ്റ്റൻസ് നമ്മൾ പകുതിയാക്കി. അപ്പോൾ d/2 എന്ന് എഴുതുക. ഇവിടെ A∈0/dക്ക് പകരം d/2 ആക്കി. പിന്നെ പറഞ്ഞ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 6 ഉള്ളൊരു മീഡിയം നമ്മളിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ എന്താക്കും, ε0 എന്നുള്ളത് എന്താവും 6 ടൈംസ് ഇരട്ടിക്കും. അപ്പോൾ എന്താവും 6ε0 എന്നായി. അപ്പം നമുക്ക് എന്താ കിട്ടുക, A6ε0 /d/2. അപ്പം A6ε0 ഇത് നേരെ തലതിരിച്ചിട്ട് ഗുണിച്ചാൽ പോരെ. അപ്പം എന്തൊരു 2/d എന്ന് വരും. അപ്പോൾ ഇവിടെ 6 ഉണ്ട് 2 ഉണ്ട്. അപ്പം എന്തൊരു 12 A∈0/d എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ A∈0/d എന്ന് വെച്ചാൽ എന്താണ്, ആദ്യമുള്ള കപ്പാസിറ്റൻസ് എത്രയാണ് 10 μF ആണ്. അതിനൂടെ 12 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും, 12 × 10 എത്ര വരും, 120 μF ആയിരിക്കും പുതിയ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നമുക്കവിടെ കിട്ടുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. എ വയർ ഓഫ് റെസിസ്റ്റൻസ് 4 ohm ഈസ് ഡ്രോൺ ടു ട്വൈസ് ഈസ് ഒറിജിനൽ ലെങ്ത്. കാൽക്കുലേറ്റ് ദ ന്യൂ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി. ഇവിടെ ഒരു വയർ ഉണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസ് 4 ohm ആണ്. അതെന്താക്കുകയാണ്, അതിൻ്റെ ലെങ്ത് ട്വൈസ് ആക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുതിയ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, R = ρL/A. റോ എന്ന് പറയുമ്പോൾ എന്താണ്, റെസിസ്റ്റിവിറ്റി ആണ് അല്ലേ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ലെങ്ത് നമ്മൾ എന്താക്കുകയാണ്, ഇരട്ടിയാക്കുകയാണ്. അപ്പോൾ എന്ത് വരും, ρ × L പകരം നമ്മൾ എന്താക്കുക 2L/A എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് വരും, ആ 2 ഇവിടെ വന്നതുകൊണ്ട് ഈ 2 നമ്മൾ നേരെ പുറത്ത് എഴുതുക. അപ്പോൾ എന്ത് വരും, 2 × ബാക്കി എന്താ ഉള്ളത് ρL/A. ρL/A എന്ന് പറയുമ്പോൾ എന്താ, ρL/A എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യമുള്ള റെസിസ്റ്റൻസ് ആണ്. ആദ്യമുള്ള റെസിസ്റ്റൻസ് എത്രയാണ് 4. അപ്പം എന്ത് വരും, ന്യൂ റെസിസ്റ്റൻസ് പറയുമ്പോൾ 2 × 4 എന്ന് വരും. എത്ര വരും, 8 ohm എന്നാണ് മാറും. റെസിസ്റ്റിവിറ്റി എന്താ മാറുക, റെസിസ്റ്റിവിറ്റി മാറില്ല. ഒരു മെറ്റീരിയലിന് റെസിസ്റ്റിവിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്താണ്, മാറില്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ലെങ്ത് കൂട്ടിയാലോ ഏരിയ കൂട്ടിയാലോ റെസിസ്റ്റിവിറ്റി മാറില്ല, പക്ഷേ എന്ത് മാറും, റെസിസ്റ്റൻസ് മാറും. ലെങ്ത് കൂടിയാൽ എന്ത് കൂടും, റെസിസ്റ്റൻസ് കൂടും. ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റെസിസ്റ്റൻസ് ഓഫ് ദ കാർബൺ റെസിസ്റ്റർ വിത്ത് കളർ കോഡ് റെഡ് യെല്ലോ റെഡ് ഗോൾഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കളർ കോഡ് പഠിക്കാനുള്ള ടേബിളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ BB റോയി ഗ്രേറ്റ് ബ്രിട്ടൻ വെരി ഗുഡ് വൈഫ്. അപ്പോൾ B എന്ന് പറയുമ്പോൾ എന്താണ്, ബ്ലാക്ക്, പിന്നെ ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീന്, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ് എന്നൊക്കെ നമുക്കിവിടെ കിട്ടിയില്ലേ. BB റോയി ഗ്രേറ്റ് ബ്രിട്ടൻ വെരി ഗുഡ് വൈഫ് മൊത്തം നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ടോളറൻസിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗോൾഡ് ആണെങ്കിൽ 5% സിൽവർ 10. ഇനി ഫോർത്ത് കളർ പറഞ്ഞിട്ടില്ലെങ്കിൽ 20%. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതെങ്ങനെയാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ ആദ്യം തന്നെന്താണ്, ആദ്യം റെഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 കളർ ഏതാണോ അത് നമ്മൾ എടുക്കുന്നത് സംഖ്യകളായിട്ടാണ്. അപ്പോൾ റെഡും യെല്ലോയും, റെഡ് എന്ന് പറയുമ്പോൾ എത്രയാണ് 2, യെല്ലോ എന്ന് പറയുമ്പോൾ 4. അപ്പോൾ നമ്മൾ യെല്ലോ 4. മൂന്നാമത്തെ കളർ എന്താണ്, എത്ര പൂജ്യമുണ്ട് ആ സംഖ്യയിൽ എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ കളർ എന്താണ്, റെഡ് യെല്ലോ റെഡ് ആണ്. അപ്പോൾ എത്രയാണ് 2. അപ്പോൾ 2 പൂജ്യം അല്ലെങ്കിൽ 10⁻² എന്ന് എഴുതുകയാണ് കരുതുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ 24,000 ohm 2400 ohm എന്നുള്ള റെസിസ്റ്റൻസ് ഇവിടെ കിട്ടുക. അടുത്ത കളർ എന്താണ് വരുന്നത്, ഇവിടെ നമുക്ക് കിട്ടുന്ന ഫോർത്ത് കളർ എന്താണ് വരുന്നത്, ഗോൾഡ്. അതായത് ഗോൾഡ് എന്നുള്ളത് എന്താണ്, ടോളറൻസ് ആണ്. ഗോൾഡിൻ്റെ ടോളറൻസ് എത്രയാണ്, 5%. അപ്പോൾ ഈ 2400ൻ്റെ 5% കൂടാമല്ലെങ്കിൽ കുറയാം. ടെമ്പറേച്ചറൊക്കെ വേരിയേഷൻ വരുമ്പോൾ കൂടാമല്ലെങ്കിൽ കുറയാമെന്നുള്ളതാണ് ആ ടോളറൻസ് കൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പം ഈ 2400ന് 5% അടിക്കാൻ എന്താക്കിയാൽ മതി, 2400 × 5/100 എത്ര കിട്ടും, 120 കിട്ടും. അപ്പോൾ ഒറിജിനൽ റെസിസ്റ്റൻസ് എത്രയാണ്, 2400 ആണ്. അപ്പോൾ അതിനേക്കാൾ 120 കൂടാമല്ലെങ്കിൽ കുറയാം. അപ്പോൾ എന്താക്കുക, 2400ൽ നിന്ന് 120 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എന്താക്കും, ആൻസർ കിട്ടും. അതുപോലെ തന്നെ 2400ൽ നിന്ന് 2400 കൂടെ 120 കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വേറൊരു ആൻസർ കിട്ടും. അപ്പം നമുക്ക് കറക്റ്റ് എന്ത് കിട്ടും, ഈ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്താക്കും കിട്ടും. എത്ര കിട്ടും, 2400 ± 120 നമുക്ക് എത്ര കിട്ടും, 2280 അല്ലെങ്കിൽ 2520 അല്ലേ. നമുക്ക് എത്രയാണ് കിട്ടുക, ഈ ഓപ്ഷൻ B ആണ് നമുക്ക് ആൻസർ ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 ലെറ്റർ എന്താണ്, അതിൻ്റെ നമ്പറാണ്. മൂന്നാമത്തെ ലെറ്റർ എന്താണ്, എത്ര പൂജ്യം ഉണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ ടോളറൻസ് ആണ്.
ഗോൾഡിന് 5, സിൽവറിന് 10, കളർ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ 20 എന്നുള്ള കാര്യം എന്താക്കുക, ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരീസ് 35 ആംപിയർ കറണ്ട്. ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ഇറ്റ്സ് കണ്ടക്ടർ അറ്റ് ദ പോയിന്റ് 35 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ വയർ എന്നാണ് ചോദ്യം, അല്ലേ? ഇവിടെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്, അതിൽ നിന്ന് 35 സെൻറ്റിമീറ്റർ അവയിൽ എന്താക്കുന്നുണ്ട്, അതിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് അതിൽ ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയുന്നതാണ് ഒരു സ്ട്രെയിറ്റ് കറണ്ട് കാര്യം കണ്ടക്ടറിൽ നിന്ന് R ഡിസ്റ്റൻസിലുള്ള ഒരു ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു ഗോഷ്യൻ സർഫസ് പോലെ നമ്മളിവിടെ വരച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? B = μ0I/2πr ആണ്, അല്ലേ? μ0 എന്ന് പറയുമ്പോൾ എത്ര വരിക? 4π × 10⁻⁷ ആണെന്ന് നമുക്കറിയാം. I എന്ന് വെച്ചാൽ കറണ്ട് ആണ്, R എന്ന് വെച്ചാൽ അവിടേക്കുള്ള ആ റേഡിയസ് എത്രയാണെന്ന് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നേരെ ഇക്വേഷനെ കൊടുക്കുക. μ0 എന്ന് പറയുമ്പോൾ 4π × 10⁻⁷ ഇൻറ്റു I എന്ന് പറയുമ്പോൾ എത്രയാണ്? 35 ആംപിയർ. അപ്പോൾ 35/2π ഇൻറ്റു, അപ്പോൾ 2π ഇൻറ്റു R എന്ന് പറയുമ്പോൾ എത്രയാണ്? 35 സെൻറ്റിമീറ്റർ. അതിനെന്താണ് മീറ്ററിലേക്ക് ആക്കുമ്പോൾ 35 × 10⁻². ഇവിടെ ഈ പയ്യും ക്യാൻസൽ ആവും, ഇവിടുത്തെ 4ഉം 2ഉം ക്യാൻസൽ, ഇവിടെ മുകളിൽ 2 വരും, അല്ലേ? ഇവിടുത്തെ 35 ക്യാൻസൽ ആവും. നമുക്ക് എത്ര ആൻസർ വരും? 2 × 10⁻5 ടെസ്ല എന്നാണ് നമുക്ക് എന്താക്കുന്നത് ആൻസർ നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ഡാഷ് ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഗോസ് ലോ ആണ്, അല്ലേ? എന്താ വരിക? 1/ε0 എന്നുള്ളതാണ് എൻ്റെ ആൻസർ വരിക, അല്ലേ? അതായത് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് E.ds ഈസ് ഈക്വൽ ടു Q/ε0 എന്നുള്ളതാണ് ഗോസ് ലോ. അപ്പോൾ Q/ε0 ആണ് വരുന്നത്. അപ്പം 1/ε0 ടൈംസ് ദ ചാർജ് ആണെന്നുള്ളത് നമുക്കിവിടെ കിട്ടി. ഓക്കെ, അടുത്ത കണ്ടന്റ് ദ ആവറേജ് ടൈം ഇന്റർവൽ ബിറ്റ്വീൻ സക്സസീവ് കൊളിഷൻ ഓഫ് ദ ഇലക്ട്രോൺ വിത്ത് ദ അയൺസ് ഇൻ ദ കണ്ടക്ടർ ഈസ് കോൾഡ്. എന്താണ്? രണ്ട് സക്സസീവ് ആയിട്ടുള്ള കൊളിഷൻ ഇടയിലുള്ള ടൈം ഇന്റർവെലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലാക്സേഷൻ ടൈം എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? ആ റിലാക്സേഷൻ ടൈമും ഡ്രിഫ്റ്റ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്താ വരിക? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് E/τ/m ആണ്, അല്ലേ? ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൊബിലിറ്റി കിട്ടും. അതായത് VD/E എന്നുള്ളത് കിട്ടും. അതായത് നമ്മൾ മൊബിലിറ്റി, അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? മൊബിലിറ്റി എന്ന് നമ്മൾ എന്താക്കും പറയും. അതിന് നമ്മൾ E/τ/m എന്നാണ് നമ്മൾ പറയാന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തയാണ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ജോഗ്രഫിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ ഈസ് കോൾഡ്, അല്ലേ? എന്താണ് വരിക? ജോഗ്രഫിക് മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയൻ തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അതായത് എർത്തിൻ്റെ ജോഗ്രഫിക് ആയിട്ടുള്ള നോർത്തും സൗത്തും അതുപോലെ തന്നെ മാഗ്നറ്റിക് നോർത്തും സൗത്തും തമ്മിലുള്ള ആംഗിളിനെ ഇങ്ങനെയായിരിക്കും സെപ്പറേറ്റ് ചെയ്താണ് വരിക. ആ ആംഗിളിനാണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്ന് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്, അല്ലേ? ദ ആംഗിൾ ബിറ്റ്വീൻ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഈസ് കോൾഡ്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ആംഗിൾ ഓഫ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണം, എന്താണ് ആംഗിൾ ഓഫ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഈ ആംഗിൾ ഓഫ് ഡിപ്പ് മാക്സിമം എവിടെയാണ് വരുന്നത്? മാഗ്നറ്റിക് പോൾസിലാണ്. മിനിമം എവിടെയാണ് വരിക? മാഗ്നറ്റിക് ഇക്വേറ്ററിലാണ് വരിക എന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ ഗ്രാവിറ്റി പഠിച്ച പോലെ ഗ്രാവിറ്റി മിനിമം എവിടെയാണ്? ഇക്വേറ്ററിലാണ്. മാക്സിമം എവിടെയാണ്? പോളുകളിലാണെന്നുള്ള കാര്യം എന്താക്കുക? ഓർത്ത് വെക്കുക. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്പ് മാക്സിമം എവിടെയാണ്? മാഗ്നറ്റിക് പോളിലാണ്. മിനിമം ഇക്വേറ്ററിലാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്കിവിടെ നോക്കാം. നമ്മളിവിടെ ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ കേസൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സസെപ്റ്റിബിലിറ്റി, റിലേറ്റീവ് പെർമിയാബിലിറ്റി, അതിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ പഠിക്കണം. ഡയാമാഗ്നറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? വളരെ എന്താണ്? ലോയാണ്, നെഗറ്റീവാണ്. എന്നാൽ പാരാമാഗ്നറ്റിക് എന്താണ്? അത് സസെപ്റ്റിബിലിറ്റി കുറച്ച് പോസിറ്റീവാണ്, പക്ഷെ എന്താണ്? അത്ര വലുതല്ല, സ്മോളാണ്. ഫെറോമാഗ്നറ്റിക്കിന് എന്താണ്? സസെപ്റ്റിബിലിറ്റി ഭയങ്കര കൂടുതലാണ്, പോസിറ്റീവാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഡയ, പാര, ഫെറോ എന്നുള്ള ഓർഡറിൽ തന്നെ ഓർക്കുക. ഡയക്ക് നെഗറ്റീവാണ്, സീറോനേക്കാൾ കുറവാണ്. പാര സീറോനേക്കാൾ വലുതാണ്, അത്ര വലുതല്ല. ഫെറോ സീറോനേക്കാൾ വലുതാണ്, വളരെ വലുതാണ്. ഈ റിലേറ്റീവ് പെർമിയാബിലിറ്റി നോക്കുകയാണെങ്കിലോ ഡയാമാഗ്നറ്റിൻ്റെ വാല്യൂസ് എന്താണ്? 1നേക്കാൾ കുറവാണ്. പിന്നെയോ പാരാമാഗ്നറ്റിക്കിന് എന്താണ്? 1നേക്കാൾ കുറച്ച് കൂടുതലാണ്. ഫെറോ എന്താണ്? 1നേക്കാൾ വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞ അതേ ഓർഡർ തന്നെ. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓർത്ത് വെക്കണം, എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയാമാഗ്നറ്റിക്കിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എന്ന് വെച്ചാൽ വാട്ടർ, സോഡിയം ക്ലോറൈഡ്, ഡയമണ്ട്, ഗോൾഡൊക്കെ എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. വാട്ടർ, ഗോൾഡ്, സോഡിയം ക്ലോറൈഡ്, ഡയമണ്ട് ഒക്കെ. ഓക്കെ, നമ്മൾ ഓർത്ത് വെക്കുക. കുറച്ച് ആഭരണങ്ങളൊക്കെ, അല്ലേ? ഗോൾഡ്, ഡയമണ്ട്, പിന്നെ ഉപ്പ്, സോഡിയം ക്ലോറൈഡ്, വാട്ടർ, ഇതൊക്കെ എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്.
പാരാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? അലുമിനിയം, സോഡിയം ക്ലോറൈഡ് ഡയാമാഗ്നറ്റിക് ആണെങ്കിലും സോഡിയം എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. കാൽസ്യം, മാഗ്നീഷ്യം, അതുപോലെ തന്നെ പ്ലാറ്റിനം, ടങ്സ്റ്റൺ ഒക്കെ എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. ടങ്സ്റ്റൺ അല്ലേ, നമ്മുടെ ഫിലമെന്റ് ലാബിൽ ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ ഒക്കെ എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. ഫെറോമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ ഏതാണ്? അയൺ, കൊബാൾട്ട്, നിക്കൽ, അതൊക്കെ എന്താണ്? ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്നുള്ള കാര്യം എന്താക്കുക? ഓർത്ത് വെക്കുക. അതുപോലെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഉള്ളതാണത് റേഡിയോ വേവ്സ്. അതിനെന്താണ്? ലോവസ്റ്റ് എനർജി ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ലോവസ്റ്റ് ഫ്രീക്വൻസി ആണ്. ഈ റേഡിയോ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആക്സലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് ഇൻ കണ്ടക്റ്റിംഗ് വയേഴ്സ് മൂലമാണ് റേഡിയോ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ എന്താണ്? റേഡിയോ, ടി വി, സെല്ലുലാർ ഫോണ്, ഹാം റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ നമ്മൾ റേഡിയോ വേവ് യൂസ് ചെയ്യലുണ്ട്. മൈക്രോവേവ് എന്ന് പറയുമ്പോൾ മൈക്രോ, RO എന്നുള്ളത് ഓർത്ത് വെക്കുക. എന്താണത്? ഈ പറഞ്ഞിരിക്കുന്ന റൊട്ടേറ്റിംഗ് മോളിക്യൂൾസ് മൂലമാണ് എന്താക്കുന്നത്? ഈ മൈക്രോവേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്പെഷ്യൽ വാക്യൂം ട്യൂബ്സ് എന്ന് പറയുന്ന ഈ പറയുന്ന ക്ലിസ്ട്രോൺസ്, മാഗ്നട്രോൺസ്, അതുപോലെ ഗൺ ഡയോഡ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ മൈക്രോവേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഈ മൈക്രോവേവ്സ് എന്താണ്? നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? റഡാർ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, മോഡേൺ മൊബൈൽ ഫോൺ, TV, മൈക്രോവേവ് ഓവനിലൊക്കെ നമ്മൾ മൈക്രോവേവ് നമ്മൾ എന്താക്കാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. പക്ഷേ ഇൻഫ്രാറെഡ് ഒക്കെ ആണെങ്കിൽ എന്താണ്? ഈ വൈബ്രേഷൻ ഓഫ് മോളിക്യൂൾസ് മൂലമാണ് ഇൻഫ്രാറെഡ് എന്താക്കുന്നത്? വരുന്നത്. അതിന് നമ്മൾ ഹീറ്റ് വേവ്സ് നമ്മൾ എന്താക്കാറുണ്ട്? ഇൻഫ്രാറെഡിനെ വിളിക്കാറുണ്ട്. ഈ ഇൻഫ്രാറെഡ് നമ്മൾ എവിടെ ഉപയോഗിക്കുക? ഈ റിമോട്ട് സ്വിച്ചസിലും അതുപോലെ തന്നെ TVയുടെ റിമോട്ടിലൊക്കെ നമ്മൾ ഇൻഫ്രാറെഡാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സോൾജേഴ്സ് യൂസ് ചെയ്യുന്ന നൈറ്റ് വിഷൻ ഗൂഗിൾ ഗ്ലാസ്സിലൊക്കെ എന്താണ്? ഇൻഫ്രാറെഡാണ് എന്താക്കുന്നത്? യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റുകളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ ഇൻഫ്രാറെഡ് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി അൾട്രാവയലറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ലാസിക് എന്ന് പറയുന്ന ഐ സർജറി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ലാസിക് ഐ സർജറിയിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് ഏതാണ്? അൾട്രാ വയലറ്റ് ആണെന്നുള്ള കാര്യം എന്താക്കുക? ഓർത്ത് വെക്കുക. പിന്നെ ഈ അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ D എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന അൾട്രാ വയലറ്റ് റേസ് ആണ് നമ്മൾ എന്താക്കുന്നത്? ഈ കള്ള നോട്ടൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളവിടെ എന്താക്കുന്നത്? ഉപയോഗിക്കുന്നത്. ഇനി എക്സ്റേ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിക്കാനാണ് നമ്മൾ എക്സ്റേ ഉപയോഗിക്കുന്നത്. ഇനി ഈ സർജറിക്കൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഇപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ അത് ഗാമാ റേ എന്നും ഈ PSCയുടെ ആൻസർ കീയിൽ എന്താണത്? UV എന്നുമാണ് എന്താക്കിയിട്ടുള്ളത്? മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇവിടെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് എ ട്രാൻസ്ഫോമർ വിച്ച് ഗീവ്സ് 6 വോൾട്ട് ഫ്രം എ 230 വോൾട്ട് AC സപ്ലൈ. ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് 4600. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി അല്ലേ. നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ അല്ലേ. VS/VP = NS/NP = എന്താണ് വരിക? IP/IS, കറണ്ട്, നമ്പർ ഓഫ് ടേൺസ്, വോൾട്ടേജ് ഒക്കെ വെച്ചുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും വെച്ചുള്ള ഇക്വേഷൻ. അപ്പോൾ VS/VP = NS/NP. S എന്ന് വെച്ചാൽ സെക്കൻഡറി, P എന്ന് വെച്ചാൽ എന്താണ്? പ്രൈമറി. അത് വെച്ച് നേരെ കൊടുക്കുക അല്ലേ. പ്രൈമറി വോൾട്ടേജ് എത്രയാണ്? 6 ആണ്. അതുപോലെ തന്നെ സെക്കൻഡറി പ്രൈമറിയിലുള്ള വോൾട്ടേജ് എത്രയാണ്? 230 ആണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നമ്പർ ഓഫ് ടേൺസിൻ്റെ സെക്കൻഡറി ആണ് കണ്ടുപിടിക്കുന്നത്. NS ആണ് കണ്ടുപിടിക്കേണ്ടത്. NP എന്നുള്ളത് എത്രയാണ്? 4600 ആണ് അല്ലേ. നമ്മൾ നേരെ കൊടുക്കുക. ഓക്കെ. നേരെ നമ്മളത് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? NS എന്ന് പറയുന്നത് എന്ത് വരും? 6 × 4600 / 230 അല്ലേ. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഇത് നമ്മൾ നേരെ വെട്ടിക്കഴിഞ്ഞാൽ 460 പകുതിയാണ് എന്ത്? ഇത്. അപ്പോൾ നേരെ വരും എത്ര വരും? ഇവിടെ 2 വരും. അപ്പോൾ 20. അപ്പോൾ 20 × 6 എന്നുള്ളത് വരും 120 എന്നാണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ ആൻസർ കിട്ടുക. ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഗിവൺ ബൈ ദ ഡാഷ് ലോ അല്ലേ. നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു മോട്ടറിലൊക്കെ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയാണെങ്കിൽ അത് നേരെ ആദ്യമുള്ള EMFന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ആ ലോ ഏതാണ്? ലെൻസസ് ലോ ആണെന്നുള്ള കാര്യം എന്താക്കുക? ഓർത്ത് വെക്കുക. അടുത്തതാണ് ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ മാലൂസ് ലോ അല്ലേ. മാലൂസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഇപ്പോൾ ഒരു ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് I0യും I എന്ന് പറയുന്നത് എന്താണ്? ആ ലൈറ്റ് ഒരു പോളറൈസറിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണെന്ന് കരുതുക. തീറ്റ എന്നുള്ളത് പോളറൈസിങ് ആംഗിളും ആണെങ്കിൽ മാലൂസ് ലോ എന്ന് പറയുന്നത് എന്താണ് വരിക? I = I0 cos square θ എന്നാണ്. I = I0 cos square θ ആണത് മാലൂസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിലൂടെ നമുക്ക് 2 ലെൻസുകൾ ഉണ്ട് എന്ന് കരുതുക. അതിന്റെ പവർ +6D-യും -2D ആണെന്ന് കരുതുക. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് എന്താണ്? ഡയപ്റ്റർ ആണ്. അത് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോക്കൽ ലെങ്ത്, ആ കോമ്പിനേഷന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഇപ്പോൾ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സം ആയിരിക്കും എന്ത്? അതിന്റെ പവർ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ ഓരോ പവർ ഇൻഡിവിജ്വൽ പവറിൻ്റെ സമ്മായിരിക്കും ടോട്ടൽ പവർ. അപ്പം 6D പ്ലസ് -2D അപ്പോൾ എത്ര കിട്ടും? നമുക്കിവിടെ 4D എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എൻ്റെ ഫോക്കൽ ലെങ്ത്തും പവർ നമ്മൾ റിലേഷൻ എന്താണ്? ഫോക്കൽ ലെങ്ത് വെച്ചാൽ 1/പവർ ആണ്. അപ്പോൾ 1/പവർ എന്ന് പറയുമ്പോൾ വരും 1/4 എന്ന് വരും. അപ്പോൾ 1/4 എന്ന് പറയുമ്പോൾ 0.25 മീറ്റർ നമുക്ക് എന്താക്കും ഇവിടെ ഫോക്കൽ ലെങ്ത് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ ഈസ് 0.55 × 10⁻⁹ ജൂൾ. കാൽക്കുലേറ്റ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ എന്താണ് കൈനറ്റിക് എനർജി തമ്മിലുള്ള ഇക്വേഷൻ EV0 = 12mv². V0 എന്നുള്ളതാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലേ. E എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ്, M എന്നുള്ളത് അതിൻ്റെ മാസ്, V എന്നുള്ളത് വെലോസിറ്റി ആണ് അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി ആണെന്ത് 12mv². അപ്പോൾ 12mv² നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 0.55 × 10⁻⁹ ആണെന്നുള്ളത്. അപ്പോൾ നേരെ 1.6 × 10⁻⁹ -90 10⁻⁹ ക്യാൻസലായി. ബാക്കിയുള്ളത് 0.55 ഡിവൈഡ് ബൈ 1.6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.343 എന്നാണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അത്രയും വോൾട്ടാണ് നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് എ ബോഡി ഓഫ് മാസ് 6.63 gram മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 20 m/s? ഇവിടെ ഒരു ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട് 6.63 gram ആണ്. അത് മൂവ് ചെയ്യുന്നത് 20 m/s സ്പീഡിലാണ്. അങ്ങനെയാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്താണെന്ന് ചോദ്യം. നമുക്കറിയാം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? λ = h/mv ആണ്. h എന്ന് വെച്ചാൽ പ്ലാങ്ക് കോൺസ്റ്റന്റ്. അതിൻ്റെ വാല്യൂ 6.63 × 10⁻⁻34 ഡിവൈഡഡ് ബൈ അത്രയാണ് വരുന്നത്. ഡിവൈഡഡ് ബൈ മാസ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 6.63 gram ആണ്. അപ്പോൾ എന്ത് വരും? 10⁻³ കൊടുത്താൽ അത് കിലോഗ്രാമായി. പിന്നെ സ്പീഡ് V എന്നുള്ളത് എത്രയാണ്? 20 ആണ്. നേരെ ചെയ്യാം. അപ്പോൾ ഇവിടെ 6.63 അത് ക്യാൻസലായി പോകും. ഇവിടെ 10⁻34 ഉണ്ട്. ഈ 10⁻³ മുകളിലേക്ക് എടുക്കുമ്പോൾ എന്താവും? 10⁻³ എന്നുള്ളത് +3 ആവും. അപ്പോൾ 10⁻31 എന്നെന്താവും ഇവിടേക്ക് വരും. ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. അപ്പോൾ എന്ത് വരും? നേരെ 5 × 10⁻33 മീറ്റർ എന്ന് നമുക്കവിടെ എന്ത് കിട്ടും? ലാംഡയുടെ വാല്യൂ അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കിട്ടും. അപ്പോൾ ഡി ബ്രോഗ്ലി ഇക്വേഷൻ λ = h/mv എന്നുള്ള ഇക്വേഷൻ, അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഇക്വേഷൻ EV0 = 12mv². ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഈ ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രം അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രം നമുക്ക് പഠിക്കുകയാണെങ്കിൽ ഒരു കോഡുണ്ട്. ലൈലയുടെ ബാപ്പയ്ക്ക് BP ആണെന്നൊക്കെ നമ്മൾ പഠിക്കലുണ്ട് അല്ലേ. അപ്പം ലൈമാൻ, ലൈലയുടെ എന്ന് പറയുമ്പോൾ ലൈമാൻ, ബാൾമർ, പാസ്കൻ, ബ്രാക്കറ്റ്, ഫൺ സീരീസ്, ഹംഫ്രി സീരീസ് എന്നൊക്കെ പറയലുണ്ട്. അതിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു സീരീസ് എന്താണ്? ബാൾമറാണ്. കാരണം ബാൾമറിനെ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബാൾമർ എന്താണ്? വിസിബിൾ റീജിയൻ ആണ്. അതിന് മുമ്പുള്ള ലൈമാൻ എന്താണ്? അൾട്രാ വയലറ്റ് റീജിയൻ ആണ്. ലൈമാൻ അൾട്രാ വയലറ്റ് റീജിയൻ ആണ്. ബാൾമർ വിസിബിൾ റീജിയൻ ആണ്. ബാക്കി എല്ലാം എന്താണ്? ഇൻഫ്രാറെഡ് റീജിയൻ ആണ്. ഈ ഹംഫ്രി സീരീസ് ചിലപ്പോൾ നമുക്ക് നോക്കേണ്ടി വരില്ല. ഈ ലൈമാനും ബാൾമറും പഠിക്കുക. ലൈമാൻ അൾട്രാ വയലറ്റ്, ബാൾമർ വിസിബിൾ. ബാൾമർ വിസിബിൾ ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ വിസിബിൾ റീജിയൻ ഏതാണെന്ന് വെച്ചാൽ എന്താണ്? ബാൾമർ സീരീസ് ആണ്. ലൈമൻ അൾട്രാ വയലറ്റ് ആണ്. ബാക്കി എല്ലാം എന്താണ്? ഇൻഫ്രാറെഡ് ആണെന്നുള്ള കാര്യം എന്താക്കുക? ഓർത്ത് വെക്കുക. അടുത്തായിട്ടൊരു ട്രൂ ഓർ ഫാൾ ക്വസ്റ്റ്യൻ ആണ്. ആൽഫ ഡീകേ ഇൻ വിച്ച് ഹീലിയം ന്യൂക്ലിയസ് 2He4 is emitted. Beta decay in which electrons or positrons are emitted. Gamma decay in which high energy photons are emitted. അല്ലേ. അപ്പോൾ ആൽഫ ഡീക്കേ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ നിന്ന് ഹീലിയം ന്യൂക്ലിയസ് അല്ലെങ്കിൽ എന്താണ് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബീറ്റ ഡീക്കേ എന്ന് വെച്ചാൽ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ പോസിട്രോണോ എമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗാമ ഡീക്കേ എന്ന് വെച്ചാൽ ഹൈ എനർജി ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാം എന്താണ് ഇവിടെ ശരിയാണ്. അപ്പോൾ ഇവിടെ 1ഉം 2ഉം 3ഉം എന്താണ്? ശരിയാണ്. നമുക്കിവിടെ ഈ ഹാഫ് വേവ് ഫുൾ വേവ് റെക്ടിഫയർ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കലുണ്ട് എന്താണ്? ഇപ്പോൾ ഹാഫ് വേവിലാണെങ്കിൽ എത്ര ഡയോഡുകൾ വേണം? ഒരെണ്ണം മതി. ഫുൾ വേവിലാണെങ്കിൽ 2 എണ്ണം വേണം. ഇനി ട്രാൻസ്ഫോമർ വേണമെന്നുള്ളത് എന്താണ്? ഹാഫ് വേവിൽ ട്രാൻസ്ഫോമർ വേണ്ട, ഫുൾ വേവിൽ ട്രാൻസ്ഫോമർ വേണം. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. മാക്സിമം എഫിഷ്യൻസി. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 40.6 ആണ്. ഇനിയോ ഫുൾ വേവിൻ്റെ അതിൻ്റെ ഏകദേശം ഇരട്ടിയാണ്. എത്രയാണ് വരിക? 81.2% എന്നുള്ള കാര്യം ഓർക്കുക. ഇനി റിപ്പിൾ ഫാക്ടർ എന്നുള്ളത്, റിപ്പിൾ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ശതമാനം AC ഉണ്ട് എന്നാണ്. ഇപ്പോൾ റെക്ടിഫയർ എന്ന് വെച്ചാൽ എന്താണ്? ACനെ DC ആക്കുന്നതാണ് റെക്ടിഫയർ. അപ്പോൾ എത്ര AC അതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നുണ്ടെന്നുള്ളതാണ് റിപ്പിൾ ഫാക്ടർ.
അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹാഫ് വേവിന് റിപ്പിൾ ഫാക്ടർ കൂടുതലാണ്. അതിൻ്റെ അർത്ഥം അതിലെന്താണ്, അത്ര എഫിഷ്യൻ്റ് അല്ല. എത്ര എ സിനെ ഡി സി ആക്കാൻ നോക്കിയാൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ കുറച്ച് എ സി ബാക്കി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ റിപ്പിൾ ഫാക്ടർ എന്താണ്, ഹാഫ് വേവ് എന്ന് പറയുമ്പോൾ നമ്മൾ 1/2 എന്നൊക്കെ എഴുതില്ല. അപ്പോൾ അവിടെ 1.21 എന്നുള്ളത് ഓർക്കുക. ഫുൾ വേവ് ആണെങ്കിൽ 0.48 ആണെന്നുള്ളത് ഓർക്കുക. ഇനി ഔട്ട്പുട്ട് ഫ്രീക്വൻസി, നമ്മൾ ഇൻപുട്ട് ഫ്രീക്വൻസി എത്രയാണോ കൊടുക്കുന്നത് അതേ ഫ്രീക്വൻസി ആയിരിക്കും ഹാഫ് വേവിൽ വരിക. പക്ഷേ ഫുൾ വേവിൽ എന്തായിരിക്കും വരിക, ഫുൾ വേവിൽ നമ്മൾ എത്രയാണോ ഫ്രീക്വൻസി കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടി ആയിരിക്കും ഉണ്ടാകുക ഔട്ട്പുട്ടിൻ്റെ ഫ്രീക്വൻസി. ഇനി പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്നുള്ളത്, ഇപ്പോൾ ഓരോ ഡയോഡിനും അതിൻ്റെ ഓരോ ഭാഗത്തും അപ്ലൈ ചെയ്യുന്ന റിവേഴ്സ് വോൾട്ടേജ് എത്രയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ VM വോൾട്ടേജാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഹാഫ് വേവിൽ അതേ വോൾട്ടേജ് ആയിരിക്കും. എന്നാൽ ഫുൾ വേവിൽ എന്തായിരിക്കും, ആ വോൾട്ടേജിൻ്റെ ഇരട്ടി ആയിരിക്കും ഉണ്ടാവുക, ഇൻവേഴ്സ് വോൾട്ടേജ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മാക്സിമം എഫിഷ്യൻസി, റിപ്പിൾ ഫാക്ടർ, ഔട്ട്പുട്ട് ഫ്രീക്വൻസി, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് 50 Hz, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇൻ എ ഫുൾ വേവ് റെക്ടിഫയർ? ഇപ്പോൾ ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആണ്, അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസി 50 ആണ്. അപ്പോൾ ഫുൾ വേവിൽ കൊടുക്കുന്ന ഫ്രീക്വൻസി എന്തായിരിക്കും, അവൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ ഇരട്ടിയായിരിക്കും. അപ്പോൾ നേരെ തന്നെ എഴുതുക, എത്രയാണ്, 2 × 50 എത്രയായിരിക്കും, 100 Hz ആണെന്നുള്ളത് നമുക്കിവിടെ അറിയാം. ഓക്കെ, അടുത്ത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഡാഷ് ഡയോഡ് യൂസ്ഡ് ആസ് എ വോൾട്ടേജ് സ്റ്റെബിലൈസർ. വോൾട്ടേജ് സ്റ്റെബിലൈസർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയോഡ് ഏതാണ്, അതും നമ്മൾ പഠിച്ചതാണ്. ഏതാണ് വരുന്നത്, സെനർ ഡയോഡാണ് അല്ലേ. സെനർ ഡയോഡ് നമ്മൾ പറഞ്ഞു റിവേഴ്സ് വോൾട്ടേജിലാണ് നമ്മൾ എന്താക്കുന്നത്, സെനർ ഡയോഡ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അതിന് നമ്മൾ എന്താക്കുന്നുണ്ട് അവിടെ, സെനർ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഏത് പർട്ടിക്കുലർ വോൾട്ടേജിലാണ്, റിവേഴ്സ് വോൾട്ടേജിലാണോ സെനറിൽ എന്താക്കുന്നത്, വോൾട്ടേജിന് ചെറിയ വോൾട്ടേജിന് തന്നെ കറണ്ട് വലുതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്, അതാണ് എന്ത്, സെനർ കട്ട് ഓഫ് എന്നൊക്കെ നമ്മൾ എന്താക്കുന്നത് പറയുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്താക്കുന്നത് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താക്കുന്നത് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും എന്താക്കുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്താക്കുക, നിങ്ങൾ ഈ ചാനൽ എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.